Good day, students. In this session, we will look at the lesson titled Pilgrim at Tinker Creek by Annie Dillard. This is part of your English Common Course text, which is titled Signatures Expressing the Self. If you have the text with you, please take it and open it to page 18. But don't worry, if you don't have the text, I have put up the text on the next few slides, so you can just look at the slides and listen to the lesson. Okay, so don't worry. In this video we will only look at the introduction to the author, and we will have another video for to discuss the text in detail. Okay, so the lesson is titled Pilgrim at Tinker Creek by Annie Dillard. Now moving on to the introduction to the author. Annie Dillard was born on April 30, 1945 in Pittsburgh, Pennsylvania, United States. Her essays of contemplation on the world of nature made this American author extremely popular. Her curriculum vitae denotes she has no religion and she is a Democrat. Regarding her writing process, she makes a striking observation. I do not so much write a book as sit up with it as a dying friend. I hold its hand and hope it will get better. Annie Dillard is simultaneously a poet, naturalist, novelist, essayist, critic, theologian, collagist and singer. അപ്പോൾ ആനി ഡില്ലേർഡിനെ പറ്റിയിട്ടാണ് ഈ ഇൻട്രഡക്ഷനിൽ നമ്മൾ വായിച്ചു തുടങ്ങുന്നത്. ആനി ഡില്ലേർഡ് വാസ് ബോൺ ഓൺ April 30, 1945. അമേരിക്കയിലെ പെൻസിൽവേനിയ എന്ന് പറയുന്ന സ്റ്റേറ്റിലെ പിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന സിറ്റിയിലാണ് ഇവർ ജനിച്ചത്. ഇവരിപ്പോഴും ജീവനോടെ ഉണ്ട്. ആൻഡ് അവർ സോ ഷീസ് ആൻ അമേരിക്കൻ ഓത്തർ. അവർ എഴുതിയിരുന്നത് എസ്സേസ് ആണ്. വേറെ പല തരത്തിലുള്ള റൈറ്റിങ്സ് അവരുടേതുണ്ട്, പക്ഷേ അവർ ഏറ്റവും പോപ്പുലറായത് നേച്ചറിനെ പറ്റിയിട്ടുള്ള എസ്സേസ് എഴുതിയിട്ടാണ്. ഹെർ എസ്സേസ് ഓൺ of contemplation on the world of nature. Contemplation means deep thinking or meditation. അപ്പോൾ നേച്ചറിനെ പറ്റി വളരെ ഡീപ്പായി നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള പല എസ്സേസ് അവർ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഇവരെ വളരെ പോപ്പുലർ ആക്കാനുള്ള കാരണം. Her curriculum vitae denotes she has no religion and she is a Democrat. Curriculum vitae നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, CV അല്ലെങ്കിൽ റെസ്യൂമേ എന്ന് പറയും. കറിക്കുലം vitae എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ പറ്റി തന്നെ എങ്ങനെയാണ് പറയുന്നത്, നമ്മൾ നമ്മളെ തന്നെ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആനി ഡില്ലേർഡ് അവരെ പറ്റി തന്നെ പറയുന്നത് ഇങ്ങനെയാണ്: ഐ ഹാവ് നോ റിലീജിയൻ. അവരൊരു പ്രത്യേകിച്ച് ഒരു മതത്തിലും വിശ്വസിക്കുന്നില്ല, അവർക്ക് മതം ഇല്ല. പക്ഷെ നമ്മളിത് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അവർ ദൈവവിശ്വാസി അല്ല എന്ന് അതിനർത്ഥമില്ല. അവർക്ക് ദൈവവിശ്വാസം ഉണ്ട്, പക്ഷേ അവരെ സംബന്ധിച്ചോളം ദൈവം എന്ന് പറഞ്ഞാൽ അത് നേച്ചറാണ്. സോ സീസ് ഗോഡ് ഇൻ നേച്ചർ. നേച്ചർ ഇസ് ഹെർ ഗോഡ് ആൻഡ് നേച്ചർ ഇസ് എ റിലീജിയൻ. അല്ലാതെ മറ്റൊരു റിലീജിയനിലും അവർക്ക് വിശ്വാസമില്ല. പിന്നെ ഷീ ഈസ് എ ഡെമോക്രാറ്റ്. ഇത് അവരുടെ പൊളിറ്റിക്കൽ ബിലീഫിനെ പറ്റിയിട്ടാണ്. അമേരിക്കയിൽ യു മൈറ്റ് നോ ദർ ആർ 2 മെയിൻ പൊളിറ്റിക്കൽ പാർട്ടീസ്, ദ റിപ്പബ്ലിക് പാർട്ടി ആൻഡ് ദ ഡെമോക്രാറ്റിക് പാർട്ടി. ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് റിപ്പബ്ലിക്കൻ പാർട്ടി മെമ്പറാണ്. ഇതിന് മുന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ബറാക് ഒബാമ ഡെമോക്രാറ്റിക് പാർട്ടി മെമ്പറാണ്. റിപ്പബ്ലിക്കൻ പാർട്ടി കുറച്ചുകൂടി കൺസർവേറ്റീവ് ആണ്, ഡെമോക്രാറ്റിക് പാർട്ടി കുറച്ചുകൂടി പ്രോഗ്രസീവ് ആണ്. സോ ദിസ് ഇസ് വാട്ട് ഷീ മീൻസ് വെൻ ഷീ സേസ് ദാറ്റ് ഷീ ഈസ് എ ഡെമോക്രാറ്റ്. പൊളിറ്റിക്കലി ഷീ ഈസ് എ ഡെമോക്രാറ്റ്. ഇനി അവരുടെ റൈറ്റിംഗ് പ്രോസസ്സിനെ പറ്റി അവർ പറയാണ്. ദിസ് ഇസ് വാട്ട് ഷീ സേസ് അബൌട്ട് ഹെർ റൈറ്റിംഗ് പ്രോസസ്. ഐ ഡു നോട്ട് സോ മച്ച് റൈറ്റ് എ ബുക്ക് ആസ് സിറ്റ് അപ്പ് വിത്ത് ഇറ്റ് ആസ് എ ഡൈയിങ് ഫ്രണ്ട്. അപ്പോൾ ഒരു ബുക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നു എന്ന്, എന്തോ എനിക്ക് പറയാനുണ്ട് അല്ലെങ്കിൽ എഴുതാനുണ്ട്, അത് ഞാൻ എഴുതി തീർക്കുന്നു എന്നുള്ള രീതിയിലല്ല ആനി ഡില്ലർഡ് ബുക്ക് എഴുതുന്നത്. പകരം നമ്മൾ മരിക്കാറായ ഒരു സുഹൃത്തിൻ്റെ അടുത്തിരിക്കുന്നത് പോലെയാണ്. അവരുടെ കൈ പിടിച്ച് ഐ ഹോൾഡ് ഇറ്റ്സ് ഹാൻഡ് ആൻഡ് ഹോപ്പ് ഇറ്റ് വിൽ ഗെറ്റ് ബെറ്റർ. നമ്മളുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിക്കാറായി കിടക്കുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ വളരെ സീരിയസ്ലി ഇല്ലായിട്ട് കിടക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല, അൺലെസ് ഓഫ് കോഴ്സ് യു ആർ എ ഡോക്ടർ. സോ വാട്ട് യു
do is you hold their hand and then you hope that they will get better. അവരുടെ കൈ പിടിച്ച് എല്ലാം പെട്ടെന്ന് മാറണേ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനും പ്രാർത്ഥിക്കാനും മാത്രമേ പറ്റുള്ളൂ. അപ്പം അതുപോലെയാണ് എന്ത് ആനി ഡില്ലർഡ് പുസ്തകം എഴുതുന്നത്. അല്ലാതെ ബുക്ക് എന്തൊക്കെയോ എനിക്ക് പറയാനുണ്ട്, ഐ എം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ഡൗൺ എന്നുള്ള രീതിയിലല്ല അവരതിനെ അപ്രോച്ച് ചെയ്യുന്നത്. പകരം അവരെഴുതുമ്പോൾ ഇത് ശരിയായാൽ മതിയായിരുന്നു എന്നുള്ള എന്തോ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവർ എഴുതുന്നത്. ദിസ് ഇസ് വാട്ട് ഷീ സേസ് അബൌട്ട് ഹർ റൈറ്റിംഗ് പ്രോസസ്. ആൻഡ് ആനി ഡിലോഡ് സൈമുൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത്, അറ്റ് ദ സെയിം ടൈം ഷീ ഈസ് എ പോയറ്റ്, അവർ കവയിത്രിയാണ്, നാച്ചുറലിസ്റ്റ്, സംബഡി ഹൂ സ്റ്റഡീസ് നേച്ചർ, നോവലിസ്റ്റ്, എസ്സേയിസ്റ്റ്, നോവലും എസ്സേയൊക്കെ എഴുതുന്ന ആളാണ്, ക്രിട്ടിക്, നിരൂപകയാണ്, തിയോളജിയൻ മീൻസ് സംബഡി ഹൂ സ്റ്റഡീസ് റിലിജ്യൻ പഠിക്കുന്ന ആൾ, കൊളാഷ് ഉണ്ടാക്കുന്ന ആൾ, ആൻഡ് സിംഗർ, പാട്ടുകാരി. അപ്പം ഇങ്ങനെ ഒരുപാട് പല രീതിയിലുള്ള ടാലൻസ് ഉള്ള ഒരാളാണ് ആനി ഡില്ലാർഡ്. Her prose is richly poetic and densely philosophic. When she writes, strange things become familiar and vice versa. In Pilgrim at Tinker Creek, Dillard looks at the marvels of nature and searches for God. As she rightly puts it, she is a theologian undertaking a pilgrimage into nature. She scrutinizes nature with monastic patience and a microscopic eye. ആനി ഡില്ലേർഡിൻ്റെ എഴുത്തിനെ പറ്റിയിട്ട് ക്രിട്ടിക്സ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അവരുടെ എഴുത്ത്, ഹെർ പ്രോസ്, അവരെഴുതുന്ന പ്രോസസ് ഗദ്യം അല്ലേ, അവരെഴുതുന്ന റൈറ്റിംഗ് അത് റിച്ച്ലി പോയറ്റിക്കാണ്, വളരെ പോയറ്റിക്കായിട്ടുള്ള കാവ്യാത്മകമായിട്ടുള്ള രീതിയിലാണ് അവർ എഴുതുന്നത്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഡെൻസ്ലി ഫിലോസോഫിക്, വളരെ ഫിലോസോഫിക്കലായിട്ടുള്ള, നമ്മളെ ഒരുപാട് ഡീപ്പായി ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ അതിലുണ്ട്. എന്നാൽ വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് അവർ എഴുതുന്നത്. ആൻഡ് ദിസ് ഇസ് സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. വെൻ ഷി റൈറ്റ്സ്, സ്ട്രേഞ്ച് തിങ്സ് ബിക്കം ഫെമിലിയർ ആൻഡ് വൈസ് വേഴ്സ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ച്. സോ അവരുടെ എഴുത്തിൽ കൂടെ സ്ട്രേഞ്ച് തിങ്സ് ബിക്കം ഫെമിലിയർ തിങ്സ് ബിക്കം സ്ട്രേഞ്ച്. നമുക്ക് ഒരിക്കലും പരിചയമില്ലാത്ത കാര്യങ്ങളെ അവർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു, സ്ട്രേഞ്ച് ആയതിനെ ഫെമിലിയർ ആക്കി തരുന്നു. അതുപോലെ നമ്മൾക്ക് പരിചയമുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെ there are many things that we take for granted in nature. When we look around, there are all kinds of small plants, insects, everything, and we don't take them very seriously. We don't look at them very deeply. We think they are familiar to us. But Annie Dillard looks at them very deeply and she makes us realize that they are actually very strange. നമ്മൾ പരിചിതമെന്ന് വിചാരിക്കുന്ന പല സാധനങ്ങളും ആക്ച്വലി നമുക്ക് അപരിചിതമാണ് എന്ന് മനസ്സിലാക്കി തരികയാണ് ആര്, ആനി ഡില്ലർഡ് ചെയ്യുന്നത്. ദിസ് ഇസ് വാട്ട് critics mean when they say that her writing makes strange things become familiar and vice versa. ഇനി പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നത് അവരുടെ ഒരു ബുക്കിൻ്റെ ഒരു എക്സേർപ്റ്റ്. അതിൽ ആനി ഡില്ലർഡ് ലുക്സ് അറ്റ് ദ മാർവൽസ് ഓഫ് നേച്ചർ ആൻഡ് സെർച്ചസ് ഫോർ ഗോഡ്. അപ്പോൾ നേച്ചറിലെ മാർവൽസ് മീൻസ് വണ്ടേഴ്സ് ഓഫ് നേച്ചറിൻ്റെ അത്ഭുതങ്ങളെ നോക്കിയിട്ട് അവർ അതിൽ ദൈവത്തെ കണ്ടുപിടിക്കാനാണ് ശ്രമിക്കുന്നത്. As she rightly puts it, she is a theologian undertaking a pilgrimage into nature. അപ്പോൾ അവരെ പറ്റി തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, ഐ ആം എ തിയോളജിയൻ. നേരത്തെ പറഞ്ഞു തിയോളജിയൻ ഇസ് സംബഡി ഹൂ സ്റ്റഡീസ് റിലീജിയൻ. ഞാൻ റിലീജിയൻ പഠിക്കുന്ന ഒരാളാണ്, പക്ഷെ ഞാൻ പോയി മതപുസ്തകങ്ങളല്ല പഠിക്കുന്നത്. ഐ ഡോണ്ട് സ്റ്റഡി ദ ബൈബിൾ ഓർ ഖുറാൻ ഓർ ഭഗവത്ഗീത ഓർ എനി അതർ റിലീജിയസ് ടെക്സ്റ്റ്. ഇൻസ്റ്റെഡ് ഐ സ്റ്റഡി നേച്ചർ. അപ്പം നേച്ചറിലേക്ക് ഒരു പിൽഗ്രിമേജ് തീർത്ഥാടനം, ഒരു തീർത്ഥയാത്ര നേച്ചറിലേക്ക് നടത്തുന്ന ഒരു തിയോളജിയനാണ് ഞാൻ എന്നാണ് അവരെ പറ്റി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഷീ സ്ക്രൂട്ടിനൈസസ് നേച്ചർ വിത്ത് മൊനാസ്റ്റിക് പേഷ്യൻസ് ആൻഡ് എ മൈക്രോസ്കോപ്പിക് ഐ. മൊനാസ്റ്റിക്, ഒരു മങ്ക് എന്ന് പറഞ്ഞാൽ ആരാ, ഒരു പ്രീസ്റ്റൊക്കെ പോലെ. ഒരു മങ്കിന് എത്രണ്ടും പേഷ്യൻസ് ഉണ്ട്, അത്രയും പേഷ്യൻസ് വേണം എന്തിന്, നേച്ചറിനെ പഠിക്കാൻ. കാരണം നേച്ചർ ഇങ്ങനെ വെറുതെ പോയി നോക്കിയാലൊന്നും, നമ്മളിങ്ങനെ ഡിസ്ട്രാക്റ്റഡായി പോയി നോക്കിയാൽ അതിൻ്റെ മനോഹാരിത നമുക്ക് മനസ്സിലാവില്ല. ഇൻസ്റ്റെഡ് യു ഹാവ് ടു സ്പെൻഡ് ടൈം, യു ഹാവ് ടു ടേക്ക് യുവർ ടൈം, ലുക്ക് അറ്റ് ദ തിങ്സ് ഇൻ നേച്ചർ, യു ഹാവ് ടു വെയിറ്റ് and then maybe you will see something very marvelous. So she scrutinizes nature. Scrutinize means to study something or examine something very, very closely. She scrutinizes nature with monastic patience. So she needs great patience to study nature and a microscopic eye.
മൈക്രോസ്കോപ്പിൽ കൂടെ നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളെ നമുക്ക് വളരെ വലുതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ഡീറ്റെയിൽസിനെ ഫോക്കസ് ചെയ്ത് കാണുക എന്നാണ് മൈക്രോസ്കോപ്പിക് ഐ എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആനി ഡില്ലേർഡിൻ്റെ പ്രത്യേകതകൾ, അവരുടെ റൈറ്റിങ്ങിലെ പ്രത്യേകതകൾ ഇതൊക്കെയാണ്. അവർക്ക് ഒരുപാട് പേഷ്യൻസ് ഉണ്ട് നേച്ചറിലെ കാര്യങ്ങളെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ. പിന്നെ അവർ വളരെ ക്ലോസ് ആയി, വളരെ കാര്യമായി നേച്ചറിനെ സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ്, സ്ക്രൂട്ടിനൈസ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ട്, വളരെ ക്ലോസ് ആയിട്ട്, വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെ പോലും സ്റ്റഡി ചെയ്യുന്ന ഒരാളാണ് ആനി ഡില്ലേർഡ്. ഇനി അവരുടെ ഫാമിലിനെ പറ്റിയിട്ടാണ് അടുത്ത പാരഗ്രാഫ്. Dillard was the eldest of 3 girls and, as she claims in her childhood memoir, had great affection for her parents, having enjoyed a very joyous childhood. She recollects, "My mother had given me the freedom of the streets as soon as I could say our telephone number. She used to read a wide variety of subjects such as geology, natural history, entomology, epidemiology, poetry and so on." അങ്ങനെ ആനി ഡില്ലേർഡിൻ്റെ വീട്ടിൽ 3 ഗേൾസ് ആയിരുന്നു. അവർ 3 പെൺകുട്ടികളായിരുന്നു. അതിലെ എൽഡസ്റ്റ്, അതിൽ ഏറ്റവും മൂത്ത ആളായിരുന്നു ആനി ഡില്ലേർഡ്. അവരുടെ ചൈൽഡ്ഹുഡ് മെമ്മോർ, അവരുടെ ചൈൽഡ്ഹുഡിനെ പറ്റി അവർ എഴുതിയ വളരെ അടുപ്പമാണ്, വളരെ സ്നേഹമാണ്. കാരണം എനിക്ക് വളരെ സന്തോഷപൂർവ്വമായ, വളരെ നല്ലൊരു ചൈൽഡ്ഹുഡ് ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഷി റീകലക്ട്സ്, അവരൊരു മെമ്മറി പറയാണ്. "മൈ മദർ ഹാഡ് ഗിവൺ മീ ദ ഫ്രീഡം ഓഫ് ദ സ്ട്രീറ്റ്സ് ആസ് സൂൺ ആസ് ഐ കുഡ് സേ അവർ ടെലിഫോൺ നമ്പർ." അപ്പോൾ എനിക്ക് നമ്മുടെ വീടിൻ്റെ ടെലിഫോൺ നമ്പർ പറയാനുള്ള ആ പ്രായമായതോടുകൂടി അമ്മ പറഞ്ഞു, "നീ എവിടെ വേണമെങ്കിൽ പോയി കളിച്ചോ, നീ സ്ട്രീറ്റിലൊക്കെ പോയി കളിച്ചോ, ഒന്നും പേടിക്കാനില്ല, ഒരു പ്രശ്നവുമില്ല. കാരണം വഴി എങ്ങാനും തെറ്റിപ്പോയാലും ഏതെങ്കിലും ഒരു വീട്ടിൽ പോയിട്ട് ഇതാണ് എൻ്റെ വീട്ടിലെ ടെലിഫോൺ നമ്പർ, ഇങ്ങോട്ടൊന്ന് വിളിക്കൂ, എൻ്റെ പേരൻസ് വന്ന് എന്നെ കൊണ്ടുപോകുമെന്ന് പറയാൻ ആ ഒരു പ്രായമായി കഴിഞ്ഞപ്പോൾ അമ്മ അപ്പം വളരെ ചെറുപ്പം മുതലേ ഇങ്ങനെ പുറത്ത് പോയി കളിക്കുക, എക്സ്പ്ലോർ ചെയ്യുക, ഇതിനൊക്കെ പേരൻസ് വളരെയധികം ആനി ഡില്ലേർഡിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, എൻകറേജ് ചെയ്തിരുന്നു. ഷീ യൂസ് ടു റീഡ് എ വൈഡ് വെറൈറ്റി ഓഫ് സബ്ജക്ട്സ്. ചെറുപ്പത്തിൽ തന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പല സബ്ജക്ട്സും അവർ വായിച്ചിരുന്നു. വെറൈറ്റി ഓഫ് സബ്ജക്ട്സ് എന്തൊക്കെയാണ്? ജിയോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ദ എർത്ത്, അതായത് റോക്സ്, സോയിൽ, ഇതിനെയൊക്കെ പഠിക്കുന്നതാണ് ജിയോളജി. നാച്ചുറൽ ഹിസ്റ്ററി, നേച്ചറിനെ പറ്റി, പ്ലാന്റ്സ്, എൻവയോൺമെൻറ്റ്, അതിനെയൊക്കെ പറ്റി പഠിക്കുന്നതാണ് നാച്ചുറൽ ഹിസ്റ്ററി. എൻറ്റോമോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ്. Epidemiology is the study of epidemics or diseases. Poetry, കവിത, ആൻഡ് സോ ഓൺ. അങ്ങനെ പലതരം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സാണ് ഇതെല്ലാം. എന്നാൽ ആനി ഡില്ലേർഡിന് ഇതിലെല്ലാം വളരെ താല്പര്യം ഉണ്ടായിരുന്നു. കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഇതൊക്കെ വായിച്ച് വളർന്നു എന്ന് മാത്രമല്ല, പുറത്ത് പോയി കളിച്ച് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നേച്ചറിൻ്റെ ഇടയിലൊക്കെ പോയി കളിച്ച് എക്സ്പ്ലോർ ചെയ്ത് വളർന്ന ഒരാളാണ്. The next paragraph is about Annie Dillard's books. Her books were translated into not less than 10 languages. 10 ലാംഗ്വേജിൽ, അറ്റ്ലീസ്റ്റ് 10 ലാംഗ്വേജിലേക്കെങ്കിലും അവരുടെ ബുക്സിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫേമസ് ബുക്സാണ് ഇനി പറയാൻ പോകുന്നത്. ഹർ മേജർ വർക്ക്സ് ആർ ടിക്കറ്റ്സ് ഫോർ എ പ്രെയർ വീൽ, പബ്ലിഷ്ഡ് ഇൻ 1974. Pilgrim at Tinker Creek, published 1974. Holy the Firm, 1977. Living by Fiction, 1982. Teaching a Stone to Talk, 1982. An American Childhood, 1987. The May Trees, 2007. The Abundance, 2016. ഇതൊക്കെയാണ് ഇവരുടെ ഫേമസ് ബുക്സ്. ഇതിൽ 1987 പബ്ലിഷ് ചെയ്ത അമേരിക്കൻ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഡില്ലേർഡ്സ് ഓട്ടോബയോഗ്രഫി. Dillard taught for 21 years in the English department of Wesleyan University in Connecticut. She was awarded the Pulitzer Prize for General Nonfiction in 1975 for her work Pilgrim at Tinker Creek. ഒരു 21 വർഷം
ഒരു ഇംഗ്ലീഷ് ടീച്ചറായിരുന്നു. കണക്റ്റിക്കട്ട് എന്ന് പറയുന്ന അമേരിക്കൻ സ്റ്റേറ്റിലെ വെസ്ലെയൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ 21 വർഷത്തോളം ആനി ഡിലർഡ് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് കിട്ടിയൊരു ഇമ്പോർട്ടൻ്റ് അവാർഡാണ് നമ്മളിപ്പോൾ പഠിക്കുന്ന പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് എന്ന് പറഞ്ഞ ബുക്ക്. ഏർലിയർ വി സെഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1974 ആൻഡ് ഇൻ 1975 ആ ബുക്കിന് അവർക്ക് പുലിറ്റ്സർ പ്രൈസ് ഫോർ ജനറൽ നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ പ്രൈസാണ് പുലിറ്റ്സർ പ്രൈസ്. അത് ആ പ്രൈസ് അവർക്ക് അവാർഡ് ചെയ്തു. ഇനി ആ ബുക്കിനെ പറ്റിയാണ് പറയുന്നത്. ദ ബുക്ക് ഹാസ് ബീൻ ഡിസ്ക്രൈബ്ഡ് ആസ് എ നാച്ചുറലിസ്റ്റ് ക്ലാസിക്. Annie Dillard says that initially she had thought this book would be read only by a few monks. But after the book won the Pulitzer Prize for General Nonfiction, it reached a much larger audience. Dillard has been described as a perfect antidote for an epoch defined by mass attention deficit disorder. Dillard says about the work, "It's all a matter of keeping my eyes open." She could wait patiently and passionately for hours for a glimpse of a muskrat. ഇപ്പം നാച്ചുറലിസം എന്ന് പറഞ്ഞാൽ നേച്ചറിനെ പറ്റിയുള്ള സ്റ്റഡീസ് അല്ലെങ്കിൽ എഴുത്തുകൾ, ആ ഒരു ജാൻറിലെ ഒരു ക്ലാസിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കായിട്ടാണ് പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്കിനെ കണക്കാക്കുന്നത്. ആൻഡ് ആനി ഡില്ലർഡ് പറഞ്ഞിട്ടുണ്ട്, ഇനീഷ്യലി ഷീ തോട്ട് ദ ബുക്ക് വുഡ് ബി റെഡ് ഓൺലി ബൈ എ ഫ്യൂ മങ്ക്സ്. കുറച്ച് മങ്ക്സ്, നമ്മൾ നേരത്തെ പറഞ്ഞു പ്രീസ്റ്റാണ് മങ്ക് എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ വേറെ ഇൻട്രസ്റ്റുകളൊന്നും ഇല്ലാതെ, പുറത്ത് ലൗകിക ജീവിതത്തിലൊന്നും താല്പര്യമില്ലാതെ വെറുതെ ഇങ്ങനെ നേച്ചറിനെയും അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കുന്ന കുറച്ച് ആളുകൾ മാത്രം വായിക്കുന്ന ഒരു ബുക്കായിരിക്കും ഇതെന്ന് ഇനീഷ്യലി ആനി ഡില്ലർഡ് വിചാരിച്ചു. But after the book won the Pulitzer Prize for General Nonfiction, it reached a much larger audience. ഇതിന് പുലിറ്റ്സർ പ്രൈസ് കിട്ടിയതിന് ശേഷം വളരെ വലിയൊരു ഓഡിയൻസ് ആ ബുക്കിന് കിട്ടി. അതായത് ഒരുപാട് ആളുകൾ അത് വാങ്ങി വായിക്കാൻ തുടങ്ങി. ഇറ്റ് ബിക്കെയിം എ വെരി പോപ്പുലർ ബുക്ക്. Dillard has been described as a perfect antidote for an epoch defined by mass attention deficit disorder. ഡില്ലേർഡിൻ്റെ റൈറ്റിങ്ങിനെ പറ്റിയിട്ട് ചില ക്രിട്ടിക്സ് പറഞ്ഞിരിക്കുന്ന ഇതാണ്, ഇറ്റ് ഈസ് എ പെർഫെക്റ്റ് ആൻറ്റിഡോട്ട്. ആൻറ്റിഡോട്ട് എന്ന് പറഞ്ഞാൽ മറുമരുന്ന് എന്നൊക്കെ പറയില്ലേ. ഇറ്റ് ഈസ് എ മെഡിസിൻ ഗിവൺ ടു കൗണ്ടർ ദ ഇഫക്ട്സ് ഓഫ് എ പെർട്ടിക്കുലർ പോയ്സൺ. എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പാമ്പ് കടിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോയ്സൺ നമ്മളുടെ ശരീരത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ആ പോയ്സൻ്റെ ഇഫക്റ്റ് ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ ആ പോയ്സണിനെ നള്ളിഫൈ ചെയ്യാൻ, അതിനെ എഗൻസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു മരുന്നിനാണ് ആൻറ്റിഡോട്ട് എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ പോയ്സൺ അല്ലെങ്കിൽ ഡിസീസ് എന്താണ്? ആൻ ഇപ്പോക്ക് ഡിഫൈൻഡ് ബൈ മാസ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. ഇപ്പോക്ക് എന്ന് പറഞ്ഞാൽ ഏജ് ഓർ ഈറ, ഒരു കാലഘട്ടം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ മാസ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡറാണ്. അതായത് നമുക്കൊന്നിലും അറ്റൻഷൻ, ഒരുപാട് സമയം നമുക്ക് അറ്റൻഷൻ കൊടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. അതിനാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത്. അതൊരു ഇൻഡിവിജ്വലിന് മാത്രമല്ല, മാസ്സായിട്ട് എല്ലാവർക്കും കോമൺ ആയിട്ട് ഇന്നത്തെ കാലത്തുള്ള ഒരു പ്രശ്നമാണ് ദിസ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. So that is the disease, and for that disease the perfect antidote is the works of Annie Dillard. Why? Because when you read her book, you realize that she spent so much time and patience on something. ഇപ്പോൾ നമുക്ക് ഇല്ലാത്ത കാര്യങ്ങൾ അതൊക്കെയാണ്. നമ്മൾ ഒരുപാട് സമയം ഒരേ കാര്യത്തിൽ തന്നെ ചിലവഴിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പേഷ്യൻസ് ഇല്ല, പെട്ടെന്ന് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുന്നു. അപ്പോൾ അതിനെതിരെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആനി ഡില്ലർഡിൻ്റെ കേസിൽ. അവരുടെ എഴുത്ത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവരെത്ര സമയം ചിലവാക്കുന്നുണ്ട് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട്. നേച്ചറിൽ എന്തെങ്കിലും ചെറിയൊരു സംഭവം മനസ്സിലാക്കാൻ അവർ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് എങ്ങനെ പറ്റുന്നു എന്ന് ചോദിച്ചാൽ ആനി ഡില്ലർഡ് പറഞ്ഞതാണ്, ഡില്ലർഡ് സേസ് അബൌട്ട് ദ വർക്ക്, ഇറ്റ്സ് ഓൾ എ മാറ്റർ ഓഫ് കീപ്പിംഗ് മൈ ഐസ് ഓപ്പൺ. ഞാൻ എൻ്റെ കണ്ണ് തുറന്നു വയ്ക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാനിങ്ങനെ കണ്ണ് തുറന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഒന്നുമില്ല തോന്നും. ബട്ട് ഇഫ് യു കീപ് ലുക്കിംഗ് അറ്റ് സംതിങ്, ഇഫ് യു കീപ് വാച്ചിങ് സംതിങ്, ദെൻ at some point you might find something very interesting. She could wait patiently and passionately for hours for a glimpse of a muskrat. Muskrat എന്ന് പറഞ്ഞ ഒരു ചെറിയ ഒരു ആനിമലാണ് ഇവിടെ. യു ക്യാൻ സീ ദ പിക്ചർ ഓഫ് ദ മസ്ക്രാറ്റ്. അങ്ങനെ വെറും ഒരു ചെറിയ മസ്ക്രാറ്റിനെ കാണാൻ വേണ്ടി പോലും മണിക്കൂറുകളോളം പേഷ്യൻ്റായിട്ട് കാത്തിരിക്കാൻ ആനി ഡില്ലർഡ് റെഡിയായിരുന്നു. Pilgrim at Tinker Creek is an exciting meditation on nature and its seasons.
It is a personal narrative revealing the writer's exploration during a whole year on foot in her neighborhood in Tinker Creek in Virginia. അപ്പോൾ പിൽഗ്രിം അറ്റ് ടിങ്കർ ക്രീക്ക് നമ്മൾ കാണുന്നത് എന്താണ്? വെർജീനിയ എന്ന് പറഞ്ഞത്, ദാറ്റ് ഇസ് അനദർ റീജൻ, അനദർ സ്റ്റേറ്റ് ഇൻ അമേരിക്ക. വെർജീനിയയിലെ ഒരു സ്ഥലമാണ്, ഒരു നെയ്ബർഹുഡാണ് ടിങ്കർ ക്രീക്ക് എന്ന് പറയുന്നത്. ഇൻ ദ ബിഗിനിങ് ഓഫ് ദിസ് വീഡിയോ, in the first slide you would have seen a picture of a little river. ഒരു നേച്ചറിൻ്റെ ഒരു പിക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. യു ക്യാൻ ഓൾവേസ് ഗോ ബാക്ക് ആൻഡ് ലുക്ക് അറ്റ് ഇറ്റ്. ദാറ്റ് ഇസ് ആക്ച്വലി എ ഫോട്ടോഗ്രാഫ് ഓഫ് ദിസ് ഏരിയ കോൾഡ് ടിങ്കർ ക്രീക്ക്. അപ്പോൾ ഈ ടിങ്കർ ക്രീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വർഷത്തോളം ആനി ഡില്ലർഡ് നടന്നു. പല ഓരോ ദിവസവും രാവിലെ ഇറങ്ങി അവരുടെ അടുത്തുള്ള ഈ സ്ഥലത്ത് പോയിട്ട് അവർ എക്സ്പ്ലോർ ചെയ്യുമായിരുന്നു. അതിനെ പറ്റിയുള്ള ഒരു പേഴ്സണൽ നാരറ്റീവാണ് അവർ ഈ ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്തൊക്കെ അവരവിടെ വെച്ച് കണ്ടു, അവരുടെ എക്സ്പീരിയൻസസ് എന്തായിരുന്നു, നേച്ചറിലെ ഇത്രയും അടുത്ത് അറിയുന്നതിൽ അവരുടെ എക്സ്പീരിയൻസ് എന്തായിരുന്നു. ഓൾ ദീസ് ആർ റിട്ടൺ ഇൻ ഹർ ബുക്ക് Pilgrim at Tinker Creek. She examines, interrogates and experiments with clinical precision, providing microscopic details of the hitherto unheeded moments in the natural world. Natural world, നേച്ചറിൻ്റെ ലോകത്തിൽ, പ്രകൃതിയുടെ ലോകത്തിൽ hitherto unheeded moments. Unheeded, something that we had not taken heed of earlier, something that we had not noticed earlier, unnoticed moments. ഇതേവരെ നമ്മൾ ശ്രദ്ധിക്കാതെ, hitherto means until now, ഇതുവരെ. hitherto unheeded moments, ഇതുവരെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ നിമിഷങ്ങളെ കണ്ടുപിടിച്ച് അതിനെപ്പറ്റി വളരെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വളരെ ക്ലോസ് ആയി പഠിച്ച് വിത്ത് ക്ലിനിക്കൽ പ്രിസിഷൻ, ഡോക്ടേഴ്സൊക്കെ നോക്കുന്ന പോലെ അത്രയും ക്ലിനിക്കലായിട്ട് അത്രയും സയൻറ്റിഫിക്കായി അതിനെ നോക്കി പഠിച്ച്, എന്നാൽ അത് വളരെ മനോഹരമായി പോയറ്റിക്കായി നമുക്ക് പ്രസൻറ്റ് ചെയ്ത് തരുന്നതാണ് നമുക്ക് ഈ ബുക്കിൽ കാണാൻ പറ്റുന്നത്. As the strange drama of life gets enacted before our eyes, we are directed to see afresh and muse about the Creator's vision and purport. അപ്പോൾ നമ്മൾ നേച്ചറിനെ കാണുമ്പോൾ, നേച്ചറിൽ നമ്മൾ വളരെ ഡീപ്പായി നോക്കിയാൽ കാണാൻ പറ്റുന്നത് എന്താണ്? ദ സ്ട്രേഞ്ച് ഡ്രാമ ഓഫ് ലൈഫ് ഇറ്റ് ഗെറ്റ്സ് ഇനാക്റ്റഡ് ബിഫോർ അവർ ഐസ്. നമ്മുടെ കൺമുന്നിൽ നമ്മളൊരു നാടകം നടക്കുന്നത് പോലെയാണ് കാണുന്നത്. എന്ത്? നേച്ചറിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, നേച്ചറിൽ വളരെ ഡ്രമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വി ആർ ഡിറക്റ്റഡ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടുകയാണ്. ആരോ നമുക്ക് പറഞ്ഞു തരുന്ന, ഒരു ഡിറക്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു തരുമല്ലേ, ആരോ പറഞ്ഞു തരുന്നത് പോലെ നമുക്ക് തോന്നുകയാണെന്ത്? ടു സീ അഫ്രഷ്, ടു സീ നേച്ചർ അഫ്രഷ്, പുതിയ കണ്ണുകളോടുകൂടി നേച്ചറിനെ കാണുക. ആൻഡ് മ്യൂസ് മീൻസ് ടു തിങ്ക് വെരി ഡീപ്ലി, ചിന്തിക്കുക. എന്തിനെ പറ്റിയാണ്? അബൌട്ട് ദ ക്രിയേറ്റേഴ്സ് വിഷൻ ആൻഡ് പെർപോട്ട്. പെർപോട്ട് മീൻസ് പേർപ്പസ് ഓർ ഗോൾ. അപ്പോൾ ക്രിയേറ്റർ, ഈ നേച്ചറിനെ മുഴുവൻ ക്രിയേറ്റ് ചെയ്ത ആരോ ഉണ്ടല്ലോ, നമ്മൾ ഗോഡ് എന്ന് പറയുന്ന, നേച്ചർ ഗോഡ് എന്നൊക്കെ നമുക്ക് പറയുന്നതെല്ലാം ഒരേ ആളായിരിക്കും, അല്ലെങ്കിൽ ഒരേ ഒരു ഫോഴ്സിനെ ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പറയുന്ന നേച്ചറിനെ മുഴുവൻ ക്രിയേറ്റ് ചെയ്ത ആ ക്രിയേറ്റർ ആരായിരിക്കും? അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ വിഷൻ എന്തായിരിക്കും? അവർ എന്ത് ആലോചിച്ചിട്ടായിരിക്കും ഇതെല്ലാം ക്രിയേറ്റ് ചെയ്തത്? ആൻഡ് വാട്ട് വുഡ് ബി ദ പെർപോട്ട്, എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസ്, എന്തായിരിക്കും ഇതൊക്കെ സൃഷ്ടിച്ചത് കൊണ്ട് ദൈവം ഉദ്ദേശിച്ചിരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. As she attempts to decode the enigma of the water bug sucking the life out of a frog, or from the praying mantis laying eggs after deforming the male, or from the monarch butterflies which hatch and carry the smell of the previous seasons with them before migrating to the south, the reader is filled with awe and reverence at this recognition of the natural world. ഈ ബുക്കിൽ അവർ പറയുന്ന പല ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ അതെല്ലാം നമുക്ക് വളരെ മിസ്റ്റീരിയസ് ആയിട്ട് തോന്നും. ആസ് ഷീ അറ്റംപ്റ്റ്സ് ടു ഡീകോഡ് ദി എനിഗ്മ മീൻസ് മിസ്റ്ററി. ആ മിസ്റ്ററീനെ ഡീകോഡ് ചെയ്യുക. ഡീകോഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ മിസ്റ്ററീനെ മനസ്സിലാക്കിയെടുക്കുക. എന്തൊക്കെ തരം മിസ്റ്ററീസാണ് അവരതിൽ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് വൺ ഇസ് ദ വാട്ടർ ബഗ് സക്കിങ് ദ ലൈഫ് ഔട്ട് ഓഫ് എ ഫ്രോഗ്. ഒരു ഫ്രോഗിൻ്റെ, ഒരു തവളയുടെ ജീവൻ ഇങ്ങനെ ഊറ്റിയെടുക്കുന്ന ഒരു വാട്ടർ ബഗിനെ പറ്റി അവർ പറയുന്നുണ്ട്. ദാറ്റ് ഇസ് വാട്ട് വി വിൽ സ്റ്റഡി ഇൻ ദ ടെക്സ്റ്റ്. സോ വി വിൽ മൂവ് ഓൺ ഫ്രം ദാറ്റ്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റിൽ വായിക്കാം. പിന്നെ പറയുന്നത് എന്താ? ദ പ്രേയിങ് മാൻറ്റിസ് ലേയിങ് എഗ്സ് ആഫ്റ്റർ ഡിഫോമിങ് ദ മെയിൽ. സോ ഹിയർ
on top you can see the picture of a praying mantis. A praying mantis is a particular insect, and the female praying mantis actually eats her husband after laying eggs. So ഫീമെയിൽ പ്രേയിങ് മാൻറ്റിസ് അതിൻ്റെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ അതിൻ്റെ മെയിൽ പാർട്ട്ണറിനെ കൊല്ലും അല്ലെങ്കിൽ തിന്നുകയാണ് ചെയ്യുന്നത്. അതൊക്കെ നേച്ചറിൽ വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഈ പ്രേയിങ് മാൻറ്റിസിനെ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും, ബട്ട് വി ഡോണ്ട് തിങ്ക് അബൌട്ട് ഇറ്റ്. ബട്ട് വെൻ വി നോ ദാറ്റ് ദിസ് ഫീമെയിൽ വിൽ ആക്ച്വലി ഈറ്റ് ദ മെയിൽ, ദെൻ വി റിയലൈസ് ദാറ്റ് ദർ ഇസ് സംതിങ് വെരി മിസ്റ്റീരിയസ് ആൻഡ് വെരി സ്ട്രേഞ്ച് അബൌട്ട് ഇറ്റ്. അടുത്തതെന്താ? The monarch butterflies, which hatch and carry the smell of the previous seasons with them before migrating to the south. You can see another picture of the monarch butterfly as well. It's a very beautiful butterfly, but we might have seen it a lot. പല സ്ഥലത്തും നമ്മൾ അതിനെ കാണുന്നുണ്ടാവും, കുറച്ച് വലുപ്പമുള്ള ഒരു ബട്ടർഫ്ലൈ ആണ്. ബട്ട് വി ഡോണ്ട് നോ ദാറ്റ് വെൻ ദേ ഹാച്ച്, അത് മുട്ടയിൽ നിന്ന് വിരിയുന്ന സമയത്ത്, മുട്ടയല്ല അതിൻ്റെ ആ കുക്കൂണിൽ നിന്ന് വിരിയുന്ന സമയത്ത് ഇറ്റ് വിൽ ഹാവ് ദ സ്മെൽ ഓഫ് ദ പ്രീവിയസ് സീസൺസ്. ഇതിന് മുമ്പ് പോയ സീസണിൻ്റെ സ്മെല്ലോട് കൂടിയാണ് അത് ജനിച്ചു വരുന്നത് തന്നെ. ഇതൊക്കെ കാണുമ്പോൾ ദ റീഡർ ഇസ് ഫിൽഡ് വിത്ത് ഓ ആൻഡ് റെവറൻസ് അറ്റ് ദിസ് റീകോഗ്നിഷൻ ഓഫ് ദ നാച്ചുറൽ വേൾഡ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നാച്ചുറൽ വേൾഡ് നമുക്ക് റീകോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ റെക്കഗ്നിഷൻ എന്നുള്ള വാക്ക് നമുക്കറിയാം. റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? തിരിച്ചറിവ്. അപ്പോൾ തിരിച്ചറിയാണ് ചെയ്യുന്നത്. പക്ഷേ -കൊഗ്നിഷൻ എന്ന് പറഞ്ഞാൽ അത് രണ്ടാമത് അറിയുക, കൊഗ്നിഷൻ അറിവ്, റീകൊഗ്നിഷൻ. അപ്പോൾ നമ്മൾക്ക് അറിയാമെന്ന് വിചാരിച്ച കാര്യം നമ്മൾ രണ്ടാമത് മനസ്സിലാക്കുകയാണ്. പ്രിസൈസ്ലി ബിക്കോസ് ആനി ഡിലേർഡ് ഹാസ് മെയ്ഡ് ദ ഫെമിലിയർ സീം സ്ട്രേഞ്ച് ഓർ അൺഫെമിലിയർ ടു അസ്. നമ്മൾ ഫെമിലിയർ ആണെന്ന് വിചാരിച്ചതാണ് ഈ ബട്ടർഫ്ലൈയും പ്രേയിങ് മാൻറ്റിസും ഒക്കെ. പക്ഷെ അതിനെയൊക്കെ പുതിയതായി നമുക്ക് മനസ്സിലാക്കി തരാണ് ആനി ഡിലേർഡിൻ്റെ റൈറ്റിങ്ങിൽ കൂടെ നടക്കുന്നത്. അതൊക്കെ കണ്ടിട്ട് നമ്മുടെ മനസ്സിൽ എന്താണ്? വി ഫീൽ ഓ ആൻഡ് റെവറൻസ്, വി ഫീൽ വണ്ടർ, വി ഫീൽ മാർവൽ. നമുക്ക് വളരെ അത്ഭുതം തോന്നുകയാണ്, ഇതൊക്കെ അതിശയവും അത്ഭുതമൊക്കെ തോന്നുകയാണ് ഇത് കാണുമ്പോൾ. ഡിലേർഡ് വാസ് ഗ്രേറ്റ്ലി ഇൻസ്പയർഡ് ബൈ തോറോസ് വാൾഡൻ. But unlike Thoreau in The Pilgrim at Tinker Creek, Dillard does not discuss her memories of the past, her motives, or the house she lives in or people around her. There are no explicit opinions about society. അപ്പോൾ ആനി ഡില്ലേർഡിനെ പലരും കമ്പയർ ചെയ്തിരിക്കുന്നത് അവർക്ക് ഇങ്ങനെയൊക്കെ എഴുതാനുള്ള ഇൻസ്പിറേഷൻ വന്നത് ഒരു 19th സെഞ്ച്വറി അമേരിക്കൻ റൈറ്റർ ഉണ്ട്, തോറോ, ഹെൻറി ഡേവിഡ് തോറോ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ റൈറ്ററാണ് ഇവരുടെ ഇൻസ്പിറേഷൻ. ആ തോറോൻ്റെ ഫേമസ് ആയിട്ടൊരു ബുക്കാണ് ഈ പറയുന്ന വാൾഡൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ്, ഒരു കാട് പിടിച്ച് കിടക്കുന്ന ഒരു നേച്ചറിൻ്റെ നടുവിലുള്ള ഒരു സ്ഥലമാണ്. അവിടെ ജീവിച്ചുകൊണ്ട് അവിടുത്തെ ലൈഫിനെ പറ്റിയിട്ട് നേച്ചറിനെ പറ്റിയിട്ടൊക്കെ തോറോ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് ആനി ഡില്ലേർഡിനെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു പീപ്പിൾ ബിക്കോസ് തോറോ ഹാസ് ഡിസ്കസ്ഡ് ഹിസ് മെമ്മറീസ്, ഹിസ് മോട്ടീവ്സ്, ദ പീപ്പിൾ അറൗണ്ട് ഹിം എറ്റ്സെട്ര. തോറോൻ്റെ എഴുത്തിൽ ചുറ്റുമുള്ള ആളുകളെ പറ്റിയിട്ടും അയാളുടെ പഴയ മെമ്മറീസിനെ പറ്റിയിട്ടും അയാളുടെ ചിന്തകളെ പറ്റിയിട്ടും അയാളുടെ ഫിലോസഫിയൊക്കെ എഴുതുന്നുണ്ട്. പക്ഷേ ആനി ഡില്ലേർഡ് ഒന്നും ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ തോറോ ആൻഡ് ആനി ഡില്ലേർഡ്. ആനി ഡില്ലേർഡ് ഓൺലി gives us observations about nature. നേച്ചറിനെ പറ്റി മാത്രമാണ് ഇതിൽ പറയുന്നത്. ആൻഡ് നേച്ചർ വഴി ഷീ തിങ്സ് അബൌട്ട് ലൈഫ്, ഷീ തിങ്സ് അബൌട്ട് ഗോഡ് എറ്റ്സെട്ര. അപ്പോൾ അതാണ് ആനി ഡില്ലേർഡിൻ്റെ ഇൻട്രസ്റ്റ്. അല്ലാതെ സൊസൈറ്റീനെ പറ്റിയോ മറ്റ് മനുഷ്യരെ പറ്റിയിട്ടോ ഒന്നും ആനി ഡില്ലേർഡ് സംസാരിക്കുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ആനി ഡില്ലേർഡിനെ പറ്റിയിട്ട്. നൗ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഓർ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ലെസൺ വി വിൽ ഡിസ്കസ് ദ ടെക്സ്റ്റ് ഇൻ ഗ്രേറ്റ് ഡീറ്റെയിൽ. നമുക്കത് ലൈൻ ബൈ ലൈൻ വായിച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ ടെക്സ്റ്റ് ഒന്നുകൂടി വായിച്ചു നോക്കുക. ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ഐദർ ആസ്ക്. I think we will create a forum for discussion here and you can ask it here, or you can contact the teachers of the English department and later we will have some discussion sessions. ഇപ്പോൾ തൽക്കാലം നിങ്ങളിത് സ്റ്റഡി ചെയ്യുക, എന്നിട്ട് നമുക്ക് പിന്നീട് ഡിസ്കഷൻ നടത്താവുന്നതാണ്. Okay, thank you.